VFA 1ാം റാങ്ക്, ഇപ്പോൾ വന്ന LDC കൊല്ലം ജില്ലയിൽ 1ാം റാങ്ക്. തുടർച്ചയായി റാങ്കുകൾ വാരിക്കൂട്ടിയ നിതിഷയുടെ പഠന സ്ട്രാറ്റജി നമുക്കൊന്ന് നോക്കിയാലോ. എന്തെല്ലാമായിരുന്നു നിതിഷയുടെ പ്രധാനപ്പെട്ട പഠന സ്ട്രാറ്റജി? അല്ലെങ്കിൽ ആദ്യമേ പഠിച്ചു തുടങ്ങിയപ്പം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്തത്? അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? പ്രധാനമായിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്ന് അറിയാത്ത ഒരു സ്റ്റേജിലായിരുന്നു. കാരണം ഒരു സെൽഫ് പ്രിപ്പറേഷൻ സ്റ്റേജിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ്. അപ്പൊ എന്താണ് പഠിക്കേണ്ടത് എന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ കുറെ റാങ്ക് ഫയൽ വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ വായിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയത് കുറെ കഴിഞ്ഞിട്ടാണ്. ഒരു LDC എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ നല്ലൊരു റാങ്കിലോ എത്താൻ പറ്റില്ല. വലിച്ചു വാരിയുള്ള പഠനം അല്ലെ? അത് കറക്റ്റ് ആയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിതിഷ ഈ ഒരു പഠനത്തിലേക്ക് തിരിഞ്ഞത് തന്നെ ഈ ഒരു എക്സാം പാറ്റേൺ മാറിയ ടൈമിലാണ്. എല്ലാവരും പാനിക് ആയിരുന്ന ഒരു ടൈമിലാണ്. പ്രിലിംസ് വരുന്നു, മെയിൻസ് വരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നിതിഷ ഈ ഒരു പഠനത്തിലേക്ക് വരുന്നത് അല്ലെ? അപ്പോ പിന്നെ എന്ത് ചെയ്തു? ഈ ഒരു പഠനം ഇങ്ങനെയല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെയാണ് ആ പഠനം ക്രോഡീകരിച്ചത്? അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ജോലിക്ക് കയറിയവരൊക്കെ പറഞ്ഞിരുന്നത് കുറെ PYQ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറാമെന്നുള്ളതായിരുന്നു. അന്നത്തെ കാലത്ത് അതായിരുന്നു ഒരു ട്രെൻഡ്. പക്ഷെ പിന്നീട് നമ്മുടെ എക്സാം ആയപ്പോഴേക്കും അവർക്ക് നമ്മളെ കൃത്യമായിട്ടുള്ള ഒരു പാതയിലൂടെ ചിലപ്പോൾ നയിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം അവരുടെ സമയത്ത് എക്സാം അല്ല പിന്നെ നമ്മുടെ സമയത്ത് എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ തന്നെ കുറച്ച് മാറി സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള രീതിയിലേക്ക് മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. പ്രിലിമിനറി മെയിൻസും വന്നത് എനിക്ക് വലിയൊരു കുറെ പേര് പറയാറുണ്ട് ഭയങ്കര മോശമായിട്ട് ബാധിച്ചു എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ബാധിക്കാത്ത കാര്യമാണ്. പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം പ്രിലിംസ് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. VFAയുടെ എക്സാം ആയാലും കോമ്പറ്റീഷൻ ഒരുപാട് പേര് കുറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരോട് കോമ്പറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നുള്ളതാണ് നിതിഷയുടെ ഒരു വെർഷൻ അല്ലേ? അപ്പം ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കയറി വരുന്നു. അപ്പൊ PYQ അനലൈസ് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടോ? PSC യെ കുറിച്ച് PSC വേണം എന്നൊരു ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും PYQ എല്ലാം നമ്മൾ എവിടെയെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കയറി വരുന്നു, SCRTയുടെ പ്രാധാന്യം കയറി വരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് റിയലൈസ് ചെയ്തത്? SCRTയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അതായത് LDC എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ആള് പറയുന്നത് ഇങ്ങനെ പഠിച്ചാൽ പോരാ, SCRT പഠിച്ചു കഴിഞ്ഞാലേ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ SCRT പഠിക്കുന്നത്. വളരെ ചെറിയൊരു ടേമില് ഒരു ബുക്ക് വെച്ച് SCRT കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ എവിടെ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാലും ഇപ്പോഴത്തെ നിലയ്ക്ക് പൊതുവെ നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ നിതിഷയുടെ എക്സ്പീരിയൻസ് സ്റ്റോറി എല്ലാവരും കേട്ടല്ലോ. എങ്ങനെ കൃത്യമായി പഠിച്ചാൽ ഉയർന്ന റാങ്കിലേക്ക് എത്താമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം ഉയർന്ന റാങ്കിലേക്കല്ല, ഫസ്റ്റ് റാങ്കിലേക്ക് തന്നെ നമുക്ക് എത്താം CCയോടൊപ്പം. CC നിങ്ങൾക്ക് വേണ്ടി LDC LGSന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.